അഗ്രഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണം. അഗ്രഷൻ വന്നാൽ പണിയാണ് നമുക്ക്. ഭയങ്കര ഓട്ടോ അല്ലേ അവന്മാർ. ഇവൻ ഭയങ്കര വലുതാകുമ്പോഴേ നമ്മുടെ കൂടെയുള്ള ഫിഷസിനെ വല്ലതും ചെയ്യുമെന്ന് ഒരു പേര്. ഇവനെയാണ് നമ്മളിത് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ടെമ്പറേച്ചർ ടാലി ആവട്ടെ. ഇത് നമ്മുടെ ഓസ്കാർ ഇവനെ നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് 2 ദിവസം നോക്കാനാണ്. ഇതിനെ ഇറക്കി വിട്ടാൽ കൂടുതലുള്ള ഫിഷസിനെ അറ്റാക്ക് ചെയ്യുന്നതാണോ ഇല്ലെന്നാണോ? ഇവനെ കൊടുക്കത്തില്ല. ഓ, എല്ലാം വീട്ടിനകത്താണോ സെറ്റപ്പ്? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ വീട്ടിലോട്ടെത്തി. അങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് എത്തി കേട്ടോ. ഒരു കിടില സാധനം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കിടില സാധനമാണ് കേട്ടോ. നമ്മുടെ മോസ്റ്റർ ടാങ്കിലോട്ടാണ്. പണ്ടൊരിക്കൽ നമ്മൾ ഈ ഒരു വെറൈറ്റി എടുത്തിട്ടുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഇന്ന് ഡെഡായിപ്പോയി. അതെ, അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ആ ഫിഷ് പുള്ളിയുടെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ നമ്മൾ പോയി മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങി. മേളിൽ നോക്കിക്കേ, മേളിലൊരാൾ നോക്കി കിടപ്പുണ്ട്. കാർത്തു ഇടുക്കിക്കൊക്കെ പോയിട്ട് വന്നതല്ലേ. മുടി സ്റ്റൈൽ ശരിയാണ്, മുടി സ്റ്റൈലൊക്കെ പോയല്ലേ. അയ്യയ്യയ്യയ്യയ്യേ, ഇനി കാർത്തു ഫാൻസിനൊക്കെ ഒരു സങ്കടമായിരിക്കുമല്ലോ. എന്താ മുടി കെട്ടിയേ? ചെറിയൊരു ട്രാൻസ്ജെൻഡറോ? ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ഓടാൻ വേണ്ടി പോയത്. ഇടുക്കിയിൽ ഓടാൻ വേണ്ടി പോയതാ. ആർമിയിൽ ഓടാൻ വേണ്ടി പോയത്. ആർമി ഇല്ലടാ. ഓടാൻ വേണ്ടി പോയതാ. അവൻ തള്ളിയിട്ടിട്ട് പോയെന്ന് എല്ലാവരും കൂടി. പോട്ടെ, നമുക്ക് അടുത്ത വട്ടം നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരാളൊന്ന് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഉണ്ടോ? നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തമ്മിൽ കണ്ടു കാണും നമ്മൾ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ട് വന്നേന്ന്. ഞാൻ നിധിയുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിധി, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനമല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, നീ കണ്ടില്ല, പക്ഷെ നീ ഇങ്ങോട്ട് വാ. നീ ആലോചിച്ച് പറ. നമ്മുടെ മോസ്റ്റർ ടാങ്കിലോട്ടാണ്. നമ്മൾ തപ്പി നടന്നൊരു സാധനമാണ്. ഇവൻ പൊരിച്ചതിനകത്ത് മീനുണ്ടാ. അത് അവന് തന്നെ കൺഫ്യൂഷനാണ് ഏതാണെന്ന്. നീ പൊരിച്ചു തിന്ന മീൻ. വീണ്ടും അലിഗേറ്റർ കാറ് റെട്ടയിൽ 10-15 വാങ്ങിച്ചിട്ട്, പിന്നെ മറ്റേ പേരെന്താ സീബ്ര തിലാപ്പിയ, അത് ആദ്യം 2 വാങ്ങിച്ചു, പിന്നെ 1 വാങ്ങിച്ചു. പിന്നെ എന്തുവാ ഈല്, അതിനെ പീക്കോക്ക് അടിച്ചിരുന്നു. ഓക്കെ, ഇതിപ്പോ പറഞ്ഞു വരുമ്പം മോഷൻ ഫിഷസിന് ഏറ്റവും കൂടുതൽ കൊന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരാൻ കേട്ടോ നിനക്ക്. അതിനൊരു ട്രോഫി. അവനെ കൊണ്ട് ഇനി ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല. കാരണം ഇത്രയും ഫിഷസിനെ കാർത്ത് കൊന്ന് ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ളത് കുഴിച്ചിട്ടെന്നാണ് കേട്ടോ. കുഴിച്ചിട്ടെന്നല്ല കേട്ടോ, ഫ്രൈ ചെയ്ത് കഴിച്ചതാണ്. തെളിവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് കേട്ടോ എന്താ സാധനം കൊണ്ടുവന്നേക്കുന്നതെന്ന്. നമ്മൾ കുറേ നാൾ തപ്പി നടന്ന് നമ്മൾ സബ്സ്ക്രൈബർ ഇങ്ങോട്ട് വിളിച്ച് സാധനമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ പോയി ഒന്ന് കണ്ടിട്ട് പോകുന്നതിനെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴത്തേക്കും നമ്മൾ കാർത്തൂനെയും കാണിച്ച് നേരെ നമ്മൾ കൂട്ടിൻ്റെ അടുത്തോട്ട് എത്തും. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് വാ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പയ്യൻ്റെ വീടാണ് കേട്ടോ. പയ്യനെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ പയ്യൻ്റെ വീടാണ്. നമ്മളിന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടു കാണും. ആണെടുക്കേണ്ടി പോകുന്നത്. റോഡ് നോക്കിയോ, അങ്ങോട്ട് നോക്കിയോ, ഭയങ്കര കൺജസ്റ്റഡ് കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ വന്നേക്കുന്ന സ്ഥലം, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കഴക്കൂട്ടുവാണേ. യെസ്, അപ്പോൾ നമ്മളിത് സ്പോട്ടിലെത്തി. അപ്പോൾ ബാ ഇറങ്ങാൻ മതി. ഓക്കെ, ബാ. ഹായ്, പേരെങ്ങനെയാണ്? ഗോകുൽ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇത്ര നമ്മൾ സംസാരിച്ചതിന് പേര് ചോദിച്ചില്ല, മറന്നു പോയായിരുന്നു. നിധി വാ. ഓ, എല്ലാം വീട്ടിനകത്താണോ സെറ്റപ്പ്? അത് കൊള്ളാം കേട്ടോ. അത് ശരിയാ. ഇവർക്ക് വേണ്ടി ഒരു റൂമല്ലേ? ഇത് കൊള്ളാമല്ലോ ബ്രോ, ഇത് സൂപ്പറാണല്ലോ. ഇത് നോക്കി, ആരോണ ഫുൾ വൈറ്റ് കേട്ടോ, നൈസ്. ഇത് വന്നിട്ട് നമ്മളെ റെറ്റയില്ല. ഓക്കെ. ഓക്കെ, ഫ്ലവർ ആണോ ബ്രോ ടാർഗറ്റ് ചെയ്യണേ?
ഓഹോ അതെ ഭയങ്കര കൂട്ടായിട്ടോ ഇത്. ബ്രോ ഇതിന്റെ ബ്രീഡിംഗ് ആണോ? ബ്രീഡിംഗ് ഒന്നുമില്ല, ചുമ്മാ ഇത് ചുമ്മാ ഹോബി വളർത്തുന്ന അത്രേ ഉള്ളൂ. ഓക്കെ ചോദിക്കുന്നവർക്ക് സെയിലും ചെയ്യാം. ആ ഓക്കെ കൊള്ളാം കേട്ടോ. ഇത് രണ്ടുപേരും നല്ല എന്താണെന്ന് തോന്നുന്നു, ഭയങ്കര കൂട്ടാണെന്ന് തോന്നുന്നു. ഇത് എന്ത് വെറൈറ്റീസാണ് ഇത് രണ്ടും? ഇത് കാംഫയാണ്. ഓക്കെ കാംഫ ഫാമോ ഓക്കെ. അപ്പുറത്ത് വന്നിട്ട് അവിടെ ഉണ്ടോ? ഓക്സിജനൊക്കെ തേച്ചിട്ടൊക്കെ അടിച്ച് അടിച്ചല്ലേ? ഇതാണ് വലിയ ടാങ്കിലാണ് കിടന്നത്. ഓ ഇതിപ്പോ ഭയങ്കര കുഞ്ഞു ടാങ്ക് ആയി പോയല്ലേ ഇത്. ഓ അവന് ഭയങ്കര കൂട്ടാണോ? ഓക്കെ. ഭയങ്കര വലിയ ടാങ്ക് കിടന്നതാ. അവ പെട്ടെന്ന് ഇതേപോലെ ചെറിയ ടാങ്കിലായപ്പോഴത്തേക്ക് അവനൊരു സഫക്കേഷൻ. പക്ഷെ ഇതിപ്പോ നമ്മൾ കൊണ്ട് ചെമ്മൻ ടാങ്ക് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത് എങ്ങനെ പാക്ക് ചെയ്യും ബ്രോ നമ്മൾ പിന്നെ? കവറുണ്ട്, വലിയ കവറുണ്ട്. നമുക്കിവിടെ കാണാൻ വേറെ എന്തെങ്കിലും ഫിഷസ് ഉണ്ടോ? ആ ഓ അമ്മർ കളർ. ആ ഓക്കെ ഓക്കെ. നീലവാഹ പണ്ട് ഇതേപോലെ അല്ലേ ട്രീറ്റ് ചെയ്ത ബ്രോ? ഓ ദേഹടാക്കുന്നു. വലുതുണ്ടായിരുന്നു, 4-4 ഉണ്ടായിരുന്നു. ഇത് നൈസായിട്ടോ. അപ്പൊ ലാസ്റ്റ് പോരണേ ഉള്ളൂ. അവനെ ഞാൻ കീപ്പ് ചെയ്തിട്ടേക്കുന്നു. ഇവനെ കൊടുക്കത്തില്ല. ഇന്നലെ എടുത്ത് വെളിയാക്കിയതാ. അകത്തായിരുന്നു. ഓ മറ്റേ ടാങ്ക് ഇരുന്നില്ല, അതിന്റെ അടുത്തായിരുന്നത്. ഓക്കെ. ഞാൻ പിന്നെ ആൽഗി അതിന്റെ അകത്ത് കേറൂല, വീട്ടിന്റെ അകത്ത്. ഓക്കെ. സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട്. അതെ 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 അതെ. അതുകൊണ്ട് പിന്നെ ഇവന്റെ ശരിക്കും കളർ പറഞ്ഞ ഈ സൺലൈറ്റ് കാരണം. ഓ ബ്രോയ്ക്ക് നേരത്തെ ഒരു പേരുണ്ടായിരുന്നു. പേരുണ്ടായിരുന്നു, അല്ലാതെ ഒരു ഏകദേശം ഒരു 6-7 പീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് വന്നിട്ട് ഇത് അത് മൈക്രോ പെല്ലറ്റ് ആണ്. ആ ഓക്കെ. ഓ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു മൈക്രോ പെല്ലറ്റ്സ് എടുക്കണമെന്ന്. ഇത് ഏകദേശം ഒരു 6 ഇഞ്ച് സൈസാണ്. ഭയങ്കര ഓട്ടോ അല്ലേ അവന്മാര്? ഭയങ്കര അതാ ഞാൻ 2 ഇട്ട് മറച്ചിരിക്കുന്നതാ. ഭയങ്കരമായിട്ട് മേലോട്ട് ചാടും. ആ കണ്ട് ഓക്കെ. ഇപ്പൊ ഒരു 7 ഇഞ്ച് എന്തോ ആയിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോ 5 ഇഞ്ച് സംതിങ് ഉണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് സൈസ് വയ്ക്കും ബ്രോ? പെട്ടെന്ന് സൈസ്. ഇവൻ ഭയങ്കര വലുതാകുമ്പോഴേ നമ്മുടെ കൂടുതലുള്ള ഫിഷ് തന്നെ വല്ലതും ചെയ്യുമെന്ന് ഒരു പേര്. അടിക്കുമല്ലേ? വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാര് സെപ്പറേറ്റ് ഇടേണ്ടി വരും. ഓ സൂപ്പർ സാധനം കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഇതാ. ഇപ്പൊ ഇന്നലെ എടുത്ത് ഇട്ടവൻ്റെ ഉള്ള ഒരു ഇതേ ഉള്ളൂ. ആ മേളിലൊക്കെ വരും, മുമ്പടുത്ത് പോയി. എന്നാ നിധി ആളെ കിട്ടിയോ? നമ്മളെ ഡോറെ പോലെ ഉണ്ടല്ലേ? ഇല്ല അത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ലിച്ചി വീട്ടിനകത്ത് കിട്ടിയേക്കും. എയർ സെറ്റ് കെട്ടിയിടാം, ടൈറ്റ് ചെയ്ത് കെട്ടാം, കുഴപ്പമില്ല. ഇത് എയർ അല്ലെങ്കിലും കിടക്കും കുറെ ദൂരം വരെ. ആ ഓക്കെ ഓക്സിജൻ ഇല്ലാതെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എടുത്താടി അതിന് ഞാൻ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ചെറിയ. അപ്പോൾ ഇവനെയാണ് നമ്മളിത് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൻ്റെ ലുക്ക് കണ്ടോ, എന്ത് രസമെന്ന് നോക്കിക്കേ. നൈസല്ലേ? ഓരോരുത്തർക്കും ഇഷ്ടം വരുമ്പോഴേ ക്രൈസ് വരുമ്പോൾ വളർത്തുന്നതാണ് കേട്ടോ ഇതെല്ലാം വീട്ടിൻ്റെ അകത്ത്. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഓരോരോ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ പറ്റോളാം. ഓക്കെ അപ്പോൾ അതെ നമ്മൾ ആളെ കൊണ്ടുവന്ന് നമ്മളെ വണ്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് പെട്ടെന്ന് വീടെത്താം കേട്ടോ. അപ്പോൾ 27 കിലോമീറ്റർ 48 മിനിറ്റ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് എന്താ ഞാൻ എടുത്തിട്ട് വന്നതെന്ന് കാർത്തു കണ്ടിട്ടില്ല. കാർത്തുവിന് കാണിച്ചു കൊടുക്കാം. കാർത്തു ബാ. കാർത്തു അങ്ങനെ ആലോചിച്ചുകൊണ്ട് വരാണ്. ഇത്ര നേരം ഒന്ന് ആലോചിക്കായിരുന്നു കേട്ടോ എന്തായിരുന്നു എന്ന്. നോക്കിക്കോ. യെസ് നീ പറഞ്ഞില്ലല്ലോ. എടുത്തോ. ആ 2 പൊരിച്ച് തിന്നതാണ്. പക്ഷെ എങ്ങനെയുണ്ട് സാധനം? കളർ മാറി കേട്ടോ ഇപ്പോൾ. ഓ എനിക്കൊന്ന് ഓ പല്ലുണ്ടോ? ഇത് സീബ്ര തിലാപ്പിയ അല്ലേ? അത് തന്നെ ബട്ടർ കോഫി ബട്ടർസ്കോച്ച്. ഓക്കെ എടുത്തോ. അപ്പോൾ നേരെ നമുക്ക് കൂട്ടിനകത്ത് പോകാം. അങ്ങനെ ദേ നമ്മളെ കൂട്ടിന് അങ്ങോട്ട് എത്തി. ആ എന്ത് വെയിലല്ലേ, എന്ത് രസമല്ലേ. കാർത്ത് നമുക്കിന്ന് ലൈറ്റ് മാറ്റണ്ടേ? നമുക്ക് ഈ ലൈറ്റ് നമ്മളെ ഹാലറ്റ് ലൈറ്റ് അടിച്ചു പോയ കേട്ടോ. അപ്പോൾ ലൈറ്റ് മാറ്റണം. ഓക്കെ അപ്പോൾ കാർത്തു ഞാൻ വരുന്ന ഗ്യാപ്പിൽ തന്നെ വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അഗ്രഷൻ കാണിക്കും. ഓക്കെ ബാ എല്ലാവരും കിടപ്പുണ്ട്. അയ്യോ അപ്പോൾ അഗ്രഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ അതിലോട്ട് ഇട്ടു. ടെമ്പറേച്ചർ ടാലി ആവട്ടെ. ഇത് നമ്മുടെ ഓസ്കാർ ഇന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്തതെന്നൊക്കെ ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞു തരാം. പിന്നെ ഇത് തൊട്ട് താഴെ നമ്മുടെ ദേ പോണ് ഗാറ്, ദേ കിടക്കുന്ന നമ്മുടെ റെറ്റയിൽ എല്ലാം അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ ആൾ ജൈൻറ്റോയുടെ എത്ര സൈസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ജൈൻറ്റോരാണ് കേട്ടോ അപ്പോഴും വലുത്. ആളെ ഞാൻ എടുത്തത് ആ നെറ്റ് എടുത്തോ. ഇവനെ നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് 2 ദിവസം നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവൻ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടന്ന തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്നു കിടന്നത്. അപ്പോൾ അഗ്രഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണം. അഗ്രഷൻ വന്നാൽ പണിയാണ് നമുക്ക്. അപ്പോൾ ദേ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ കളറാണ് ആള്. കണ്ടോ, നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഞാൻ ഒരുപാട് അതെ, പക്ഷേ ഇപ്പോൾ കളർ ഇച്ചിരി മങ്ങലുണ്ട് എന്നാണ് തോന്നുന്നത്. ബാ ബാ താത്തി, കുറച്ചും കൂടി താത്തി. ഓക്കെ, ആഹാ ആളെ കിട്ടിയിട്ടുണ്ട്. പയ്യെ വെച്ചു പയ്യെ വെച്ചു. ആ അങ്ങനെ ആളതെ വലയിലോട്ടാക്കി ചെറുതായിട്ടൊക്കെ വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. ഇതല്ല കേട്ടോ ഇതിൻ്റെ കളറ്. ആക്ച്വലി കളർ കുറച്ചും കൂടി ബ്ലൂവിഷാണ്. അവിടെ വെച്ച് ബ്ലൂ ആയിരുന്നു കേട്ടോ. ഇത്രയും ദൂരം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ നല്ല ബ്ലൂവിഷ് കയറിയിട്ടുണ്ട്. 1 feet പ്ലസ് ഉണ്ട് കേട്ടോ ആള്. ഇതേ ഞാൻ കാണിച്ചു തരാം ആളെ ഇങ്ങനെ ചരിച്ച്. നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും പുള്ളി ഏത് രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്ത് വളർത്തിയെന്ന്. അത്രയ്ക്ക് കെയറിങ്. ആ എല്ലാ ഫിഷസിനും നല്ല കെയർ കൊടുത്താണ് കേട്ടോ വളർത്തുന്നത്. ഇവിടെ ഒരു കളർ ഉണ്ടോ? ആ സെയിം കളർ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇവിടെ ഒരു കളറ് അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, അപ്പുറം ഇപ്പുറം സെയിം ഡിസൈൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇറക്കി വിടാം? നിങ്ങളെന്ത് പറയുന്നു? ഇതിനെ ഇറക്കി വിട്ടാൽ കൂടുതലുള്ള ഫിഷസിനെ അറ്റാക്ക് ചെയ്യുമെന്നാണോ ഇല്ലെന്നാണോ? ചെയ്യൂല, ഉറപ്പ്? വിട്ടേക്കട്ടെ. അപ്പോൾ അതെ അവനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവേണേ. അതെ ഇതാണ് നമ്മുടെ ആള്. അയ്യോ വാ കുരുങ്ങിപ്പോയി. ഓക്കെ പോട്ടാ. അതുകൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ അതെ കുഴപ്പമില്ല കേട്ടോ, അവൻ കിടന്നോളൂ. അവന് ഓക്സിജന് ചെറിയൊരു പ്രശ്നം വന്നു കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തത്. കാരണം ആ കവർ പൊട്ടിപ്പോയി. നമ്മൾ അതിൻ്റെ അകത്ത് കവർ അവൻ്റെ മുള്ളു കൊണ്ടാണെന്ന് തോന്നുന്നു കവർ പൊട്ടിപ്പോയി. അതെ ഏറ്റവും ചെറുത് പീക്കോക്കാണ്. ആരെ കണ്ടിട്ടാ? അതെ അതെ എല്ലാവരും ഇപ്പോൾ കണ്ട ഒരു കൂട്ടത്തോടെ അവിടെയായി. അതെ ഇവൻ വരുന്നുണ്ടോ? എയറിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷേ അതേ കൂട്ടത്തിൽ കിടപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒരേപോലെ ഇരിക്കുന്നു. കളർ ഇനി കുറച്ചും കൂടി ബ്ലൂവിഷ് ആകും കേട്ടോ. എടി നമ്മൾ കൈ കൊണ്ടുവരുമ്പോൾ ഒരുത്തം പറഞ്ഞു നോക്കിയേ. ഓസ്കാറിനെ കാട്ടി കുറച്ചും കൂടി വലുതാണോ? അപ്പോൾ ഇതിൻ്റെ ഫുൾ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ പുറകെ കാണിക്കാം. ഇപ്പോൾ അവൻ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ, അവൻ്റെ കളർ കറക്റ്റായിട്ട് വരാത്തത്. എന്താ അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിനിയിപ്പം വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട്, ഫിഷസിന് ഫുഡ്. കാരണം നമുക്ക് ആൾക്കാരെണ്ണം കൂടുതലേ. ഇനി ഒരു മോൺസ്റ്റർ ഫിഷ് ഇതിൻ്റെ അകത്ത് വരാനുണ്ട്. ഒന്നല്ല, രണ്ട് വെറൈറ്റി കൂടി ഇതിൻ്റെ അകത്ത് വരാൻ കിടപ്പുണ്ട്. എല്ലാവരെയും അപ്ഡേഷൻസ് ഉടനെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നല്ല പവർ ഉണ്ടല്ലേ? അതെ അതെ, അതോ ആ സൈഡിലുള്ള നോക്കി ഈ മോട്ടറുടെ നേരെ അവിടെ വയ്ക്കാം. അപ്പോൾ അത് സെറ്റാവും. വിശന്നിട്ട് വയ്യ, രാവിലെ പോയതാണ് ഞാൻ നിധിയുമായിട്ട് പോയെന്ന് കറങ്ങിട്ട്. നീ കഴിച്ചാടാ തെണ്ടി ഏപ്പൊക്കെ വിട്ട് കാണിച്ച്. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇവരുടെ ഇഷ്ടം ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? സെറ്റല്ലേ? നീ ഇത് എക്സ്പെക്ട് ചെയ്തോ ഈ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന്? ഇല്ല. ഓക്കെ നീയോ? പിന്നെ ഇത് എന്തിനാണ് ഞാൻ 2 കൊന്നേ. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ ഫിഷിനെ നമുക്ക് തന്നത് നമ്മളൊരു സബ്സ്ക്രൈബറാണ്. പണ്ട് മുതലേ നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ച ഒരാളാണ്. എൻ്റെ പരിചയക്കാരേ അല്ല. അപ്പോൾ അടിപൊളിയല്ലേ? നമുക്ക് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞെന്തറിയാമോ? ഇത് വന്ന് നോക്കി എനിക്ക് ഇഷ്ടമുള്ള പൈസ തന്നാൽ മതി എന്നാണ്.
മനസ്സിലായോ? റേറ്റ് പറഞ്ഞതേ ഇല്ല. എനിക്ക് എത്രയാണോ ഇഷ്ടം, അത് എത്ര ചെറിയ എമൗണ്ട് ആയാലും കുഴപ്പമില്ല, പുള്ളിക്ക് ഞാൻ അവിടെ പോയി ജസ്റ്റ് എടുത്താൽ മതി എന്നേ. കാരണം ഒന്നാമത്തെ കാര്യം, പുള്ളിയുടെ 4 അടി ടാങ്ക് ഉണ്ടായിരുന്നു. പുള്ളി നമ്മളെ വീടിൻ്റെ, അതായത് നേമത്തായിരുന്നു താമസിച്ചിരുന്നത്. കഴക്കൂട്ടത്തേക്ക് പോയ സമയത്ത് 4 അടിയുടെ ടാങ്ക് ബ്രേക്കായിപ്പോയി. അപ്പോൾ അവൻ കിടന്ന് 2 അടിയുടെ ടാങ്കിലോട്ടാണ്. അപ്പോൾ അവനെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ അവനിത് ഒരു കുഞ്ഞു ടാങ്കിൽ ഇട്ടപ്പോൾ പുള്ളിക്കൊരു വിഷമം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതും ഒരു കാരണമാണ് നമ്മൾ പോയി എടുക്കണമെന്ന്. കാരണം നമ്മൾ ഇത്രയും പെറ്റ്സിനെ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട്, പൊന്നുപോലെയാണ് വളർത്തുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒരുപാട് രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് നമുക്ക് ഓരോരോ സബ്സ്ക്രൈബേഴ്സ് ഓരോരോ കാര്യങ്ങൾ അയച്ചു തരുന്നത്. അപ്പം ഫ്രീ ആയിട്ടല്ല, നമ്മൾ പൈസ കൊടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതിപ്പം നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. നമ്മളെ ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണെങ്കിൽ പോലും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി അപ്ഡേഷൻസ് നമ്മളെ കൂട്ടിനകത്തിട്ട് വരുത്താനുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. സ്റ്റേ ട്യൂൺ. അപ്പോൾ വീഡിയോൻ്റെ ആയിട്ടേ, അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നോക്കുന്നത്. അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതുവരെ ബൈ 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 ബൈ. ചത്തു കുത്തിക്കണം നോക്ക്, ഫുഡ് മൊത്തം വായിട്ട് അടിച്ച് കയറ്റിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ. അപ്പോൾ 2 നൂഡിൽസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതുവരെ